എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന 1,00,000-ൽ പരം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജാപ്പനീസുകാരുടെ 8 സീക്രട്ട് ആണ്. പഠിക്കാൻ പറ്റിയ 8 സീക്രട്ട് മെത്തേഡ്. അവരെങ്ങനെയാണ് ഇങ്ങനെ സ്മാർട്ടായിട്ട് ടാലന്റഡ് ആയിട്ട് ഇത്രയും പെട്ടെന്ന് പഠിക്കുന്ന അതിനെ പറ്റിയുള്ള 8 സീക്രട്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചില കുട്ടികൾ എന്താണ് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കും, ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും ഉറങ്ങുന്നത്. പക്ഷെ മാർക്ക് വരുമ്പോൾ എന്താണ് അവരുടെ കൂട്ടുകാർ അല്ലെ, വല്ലപ്പോഴും വർഷത്തിലൊരിക്കലൊക്കെ ബുക്ക് തുറക്കുന്ന അവർക്ക് നല്ല മാർക്കായിരിക്കും. പക്ഷെ എന്താണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് മാർക്ക് ഇല്ലേ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ആ 8 സീക്രട്ടിനെ പറ്റി മനസ്സിലാക്കാം. ഒന്നാമത്തെ സീക്രട്ട് എന്ന് വെച്ചാൽ കെയ്സൺ 1% റൂൾ. അതായത് ഒരു ദിവസം 1% മാത്രം ഇമ്പ്രൂവ്മെന്റ് ആണ് അവർ ചെയ്യുന്നത്. കാരണം ഇന്നലെ പഠിച്ചു, ഇന്നലെ പഠിച്ചതിന് ഒരു പടി, അതായത് 1% മാത്രം. ഇപ്പൊ മാർക്ക് കുറവുള്ള വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ വിചാരിക്കാം ഇന്ന് 100% നമുക്ക് പഠിച്ച് തകർത്തുകളെ. അങ്ങനെയല്ല കേട്ടോ ഇവര് ചെയ്യുന്നത് കെയ്സൺ 1% റൂളില് ഒരു ദിവസം 1% ഇമ്പ്രൂവ്മെന്റ്. അതായത് ഒരു ദിവസം അരമണിക്കൂർ പഠിക്കാനെടുക്കും. അപ്പോൾ ടഫായിട്ടുള്ള സബ്ജക്ട്സ്, ബാക്കിയുള്ള സബ്ജക്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അവരൊരിക്കലും പഠിക്കില്ല. ഏതാണോ അവരുടെ ടഫസ്റ്റ് അതിലും 1% ഇമ്പ്രൂവ്മെന്റ് മാത്രം ഒരു ദിവസം. അപ്പം ഒരു ദിവസം 1%, അടുത്ത ദിവസം 1%, അങ്ങനെ ഒരു 5 മാസം കഴിയുമ്പോൾ എന്താണ് എ ബിഗ് ചേഞ്ച് എന്നാണ് അവരുടെ ആദ്യത്തെ സീക്രട്ടിൽ പറയുന്നത്. അപ്പം രണ്ടാമതായിട്ടുള്ളതാണ് ഈ പോംഡോറോ ടെക്നിക്. എന്താണ് പോംഡോറോ ടെക്നിക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു ടൈം പീസ് എടുക്കുക, എന്നിട്ട് 25 മിനിറ്റ് അതിൽ സെറ്റ് ചെയ്ത് വെക്കുക. ആ സമയം നമ്മൾ എന്ത് ചെയ്യുക? ഫോൺസ്, ഗാഡ്ജറ്റ്സ്, ടാബ്സ് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യില്ല. അതൊക്കെ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഈ 25 മിനിറ്റ്സ് അലാറം വെച്ചിട്ട് നന്നായിട്ട് പഠിക്കും. എന്നിട്ട് ആ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കും. ആ ബ്രേക്കിൽ നോ ഫോൺ, നോ ഗാഡ്ജറ്റ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും, കുറച്ചൊന്ന് നടക്കും, ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കും. ഇതുപോലെ 4 നേരം 4 ടൈംസ് നമ്മൾ ഇതേ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം സുഖമായിട്ട് എൻജോയ് ചെയ്യാം. ഒരു അരമണിക്കൂറൊക്കെ അങ്ങ് അടിച്ചു പൊളിക്കാം. അടുത്തതായി മൂന്നാമത്തെ ടെക്നിക്കിന്റെ പേരാണ് ഫെയ്ഡ് മാൻ ടെക്നിക്. എന്താണ് ആ ടെക്നിക്? അതായത് പഠിച്ചത് നമ്മൾ ലളിതമായി പഠിപ്പിക്കുന്ന പോലെ മറ്റൊരാൾക്ക്, അതായത് നമ്മൾ പണ്ട് ടീച്ചറും കുട്ടിയും കളിക്കത്തില്ലേ, ഞാനൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ഭാവിക്കും, എന്നിട്ട് ഒരു കമ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട്, ഇന്ന് പക്ഷേ കമ്പൊന്നും എടുക്കാൻ പറ്റത്തില്ല, പണ്ട് ഞാനൊക്കെ ഈ ടേബിൾ ചെയറിലൊക്കെ കുട്ടികളുണ്ടെന്നുള്ള രീതിയിൽ അടിക്കുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ബോർഡിൽ എഴുതി പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്, അപ്പം നമ്മളായിരിക്കും അവിടുത്തെ ടീച്ചർ, സ്റ്റുഡൻറ് എന്താണ് വേണമെങ്കിൽ ടെഡി ബെയറോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റുഡൻറ് ടീച്ചർ ആ ഒരു മെത്തേഡിൽ പഠിപ്പിക്കുക. അതാണ് ഫെയ്ഡ് മാൻ ടെക്നിക്. കാരണം നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യും? അതെല്ലാം നല്ല ഗ്രാസ്പ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അതാണ് അവരുടെ ഫെയ്ഡ് മാൻ ടെക്നിക്. നാലാമത്തെ ടെക്നിക്കാണ് ആക്റ്റീവ് റീകോൾ. അതായത് ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് എന്താണോ പഠിച്ചത് അത് ഓർത്തെടുക്കാൻ ശ്രമിക്കും. അപ്പൊ എന്തെങ്കിലും നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് അത് നമ്മുടെ ആക്റ്റീവ് മെമ്മറിയിൽ എത്തിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക? വീണ്ടും ഒന്നും കൂടെ ബുക്ക് എടുത്തിട്ട് വീണ്ടും വായിക്കുക. അഞ്ചാമത്തെ മെത്തേഡാണ് റൂൾ ഓഫ് 3. അതായത് 3 സബ്ജക്റ്റ് മാത്രമേ ഒരു ദിവസം ജപ്പനീസുകാർ പഠിക്കാറുള്ളൂ കേട്ടോ. അതാണ് അവരുടെ സീക്രട്ട്. ഒരു ദിവസം 3 സബ്ജക്റ്റ് കൂടുതൽ വേണ്ട, 3 സബ്ജക്റ്റ് മാത്രം. ഇതിൽ നമ്മുടെ റിസർച്ചേഴ്സ് പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കൂടെ ഉണ്ട്. കാരണം നമ്മുടെ ബ്രെയിനിൽ ഓൾമോസ്റ്റ് ഒരു 1 അവറൊക്കെ ക്ലാസ് കാണും അല്ലെ, ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് അങ്ങോട്ട് പോകും. അത് ആക്ച്വലി നാച്ചുറൽ സംഭവം തന്നെയാണ്. അപ്പൊ അവരുടെ ഈ റൂൾ ഓഫ് 3 ഈസ് റിയലി ഗുഡ്. 3 സബ്ജക്ട് പെർ ഡേ. ആറാമത്തതാണ് കേട്ടോ AI സ്റ്റഡി ടെക്നിക്. AI പവർ സ്റ്റഡി ടെക്നിക്കാണ് ജാപ്പനീസുകാരുടെ. അതായത് ചാറ്റ് GPT അങ്ങനെ പോലെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡീനെ അഡ്വാൻസ് ആക്കുക. അപ്പൊ നമുക്കിപ്പോൾ എന്തെങ്കിലും പഠിച്ചിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഈ ചാറ്റ് GPTയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പൊ എല്ലാം ചാറ്റ് GPTക്ക് അറിയാത്തതായി ഒന്നുമില്ല. അപ്പൊ സ്റ്റഡീസിന് വേണ്ടി ചാറ്റ് GPTനെ യൂസ് ചെയ്യാം.
പിന്നെ അത് മാത്രമല്ല AI ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ളതൊക്കെ AI ഫ്ലാഷ് കാർഡ് കൊടുത്താൽ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാക്കി AI നമുക്ക് തരുന്നതാണ്. ഏഴാമത്തെ സ്റ്റഡി ട്രിക്കാണ് ഡീപ്പ് കോൺസെൻട്രേഷൻ. അഗാധമായ കോൺസെൻട്രേഷൻ നമുക്ക് വേണം. അതിനുവേണ്ടി ജപ്പാനീസുകാർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗാഡ്ജറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക, മൈൻഡിന് ഫോക്കസ് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഡീപ്പ് കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ലൈക്ക് എ മെഡിറ്റേഷൻ പോലെ നമ്മളൊരു 5 minutes ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ ഇന്നർ സോളിനെ കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യുക, മൈൽഡായിട്ട് നന്നായിട്ട് കോൺസെൻട്രേഷനോടുകൂടി പഠിക്കുക. അപ്പൊ ഈ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ എന്താണ്, നമ്മളെ ഡീവിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതിന് ഫോറസ്റ്റ് ആപ്പ് പോലുള്ള ആപ്സ് ഉണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, വേണ്ടാത്ത സൈറ്റൊക്കെ ബ്ലോക്ക് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ബ്ലോക്ക് ചെയ്യുക. അതിനേക്കാളും ഏറ്റവും സൂപ്പർബാണ് എന്ത് ചെയ്യുക, ഗാഡ്ജറ്റ്സ് അഗെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൈൻഡ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. 5 minutes നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 3 minutes ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് നിങ്ങളുടെ സോളിന് തന്നെ ഒന്ന് നോക്കിയിട്ട് റിലാക്സ് ചെയ്തിട്ട് പഠിച്ചു നോക്കൂ. അതാണ് കേട്ടോ അവരുടെ ഡീപ്പ് കോൺസെൻട്രേഷൻ മെത്തേഡ്. അവസാനത്തെ 8ാമത്തെ സ്റ്റഡി ട്രിക്കാണ് ജാപ്പനീസുകാരെ പ്ലാനിങ്. അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പഠിക്കുന്നതിന് മുൻപ്, അതായത് ഒരു ആഴ്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇന്ന ദിവസം ഈ ബുക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്, അതിന് ഇത്ര മിനിറ്റ് വേണം, ഇങ്ങനെ കവർ ചെയ്യാം. ചിലപ്പോൾ എക്സാംസ് ഒക്കെ ഇടയിൽ കയറി വരും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നല്ലൊരു ടൈം ടേബിൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നത് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കണം. അല്ലാതെ പിറ്റേ ദിവസം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കുമല്ലോ ഉണരുന്നത്. അപ്പോൾ ഇരുന്ന് ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ എന്ത് പറ്റും, നമ്മുടെ മൈൻഡും നമ്മുടെ ടൈമും ഒക്കെ പോകും. പിന്നെ അവരുടെ വേറൊരു മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ്, അവരെപ്പോഴും മോർണിംഗ് ബ്രഹ്മമുഹൂർത്തത്തിൽ ടഫായിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കും. അതിനുശേഷം ഉച്ച കഴിഞ്ഞുള്ള പീരീഡിൽ കുറച്ചും കൂടെ അതായത് മോർണിംഗിലെ ടഫിനെക്കാളും കുറച്ചും കൂടെ കുറഞ്ഞത് പഠിക്കും. ഈവനിങ് എന്ന് വെച്ചാൽ മോസ്റ്റ് ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവരുടെ 8 സ്റ്റഡി സീക്രട്സ്. നമ്മൾ ഇന്ത്യക്കാർക്കും അപ്പോൾ എന്തുകൊണ്ടാണ് അതൊന്നും ഫോളോ ചെയ്തുകൂടാ? ഇന്ത്യക്കാരെല്ലാവരും നല്ല ബുദ്ധിജീവികളാണ് എങ്കിൽ പോലും നമുക്കിപ്പോൾ നല്ലത് കണ്ടാൽ കുറച്ച് നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാം അല്ലേ? അപ്പം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സ്റ്റഡീസിൽ, അങ്ങനെയൊക്കെ ഉള്ള സ്റ്റുഡൻസിനെ ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മാർക്ക് കുറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഏതൊരു എക്സാമിനും ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ദിസ് ഇസ് മീ ഡോക്ടർ അമൃത. ഈ ചാനൽ നിങ്ങൾ ന്യൂ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ആൻഡ് താങ്ക് യു ഓൾ ഫോർ ലിസണിങ് മീ. സ്റ്റഡി റിലേറ്റഡ് ഓർ എനി കൈൻഡ് ഓഫ് ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് മീ ഡോക്ടർ അമൃത ഹിയർ. താങ്ക് യു ഓൾ ഫോർ watching this. Thank you all.